എടാ ഗുരുടി ഉണ്ടോ മോദി മൂന്നാം സർക്കാരിന്റെ ബഡ്ജറ്റ് ജൂലൈ 23-ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോവാണ്. ഓ അതെ, നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബഡ്ജറ്റാണ്. അതെ, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സഖ്യകക്ഷികൾ ചേർന്നുള്ള ആദ്യത്തെ ബഡ്ജറ്റ്. അപ്പം എല്ലാവരും ഒരു ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്, എന്തൊക്കെ ലഭിക്കും, ഉറപ്പായും കൂടുവോ കുറയുവോ. കാരണം ഇപ്പം പല കാര്യങ്ങൾ വന്നു. ഈ ഒരു ഇതിന് മുമ്പായിട്ട് ഇപ്പം UP സർക്കാർ മറ്റേ ഹൈബ്രിഡ് നയം കൊണ്ടുവന്നു, പിന്നെ പുതിയ EV സബ്സിഡി, ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് മറ്റ് സെഗ്മെൻറ്റ് പോലെ തന്നെ നമ്മുടെ ഓട്ടോ സെഗ്മെൻറ്റും വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണിത്. ഇവിടെ ഇരുന്ന് നമ്മൾ വളവിളാന്നടിക്കുന്നതിന് പകരം വരാൻ പോകുന്ന ബഡ്ജറ്റ്, അതായത് നാളെയാണ് ബഡ്ജറ്റ് എത്തുന്നത്. അപ്പം ബഡ്ജറ്റിനെ കുറിച്ച് നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എക്സ്പെക്ടേഷൻസ് എന്താണ്, അവർക്ക് എന്തൊക്കെ ആകാംക്ഷയുണ്ട്, അവർക്ക് എന്തൊക്കെ ആശങ്കകളുണ്ട്, എല്ലാം അറിയാം അല്ലേ. മോദിയുടെ മൂന്നാം സർക്കാർ, മൂന്നാം മോഡി സർക്കാർ 3.0. നാളെ ഇപ്പോൾ ബഡ്ജറ്റ് വരികയാണ്. ബഡ്ജറ്റ് വരുമ്പം പെട്രോള് ഡീസലിന്റെ ഒക്കെ വില കൂടുവോ കുറയുമോ എന്നുള്ള ചേട്ടൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ ബഡ്ജറ്റ് വരികയാണ്. അപ്പൊ ബഡ്ജറ്റിൽ എന്താണ് ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്നത്? വല്ല പെട്രോളിന്റെ ഡീസലിന്റെ വിലയോ? ഡീസലിന്റെ വിലയൊക്കെ കുറഞ്ഞാൽ കൊള്ളാം. പെട്രോളിന്റെ വില ഒരു 100-ന് താഴോട്ട് പോകണം എന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം. സാധാരണക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ഇങ്ങനെ വിലക്കയറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഭാവിയിൽ അത് ഫ്യൂച്ചറിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ കൂടുതലും ഇലക്ട്രിക് വണ്ടികൾക്കും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്രോളിന്റെ വില പരമാവധി ഒന്ന് താഴേക്ക് പോകുന്ന, പെട്രോളും ഡീസലും ഒന്ന് 100 രൂപ താഴേക്ക് പോകണമെന്നാണ്. ഇലക്ട്രിക് വണ്ടികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്താണ് എൻ്റെ അഭിപ്രായം? ഇലക്ട്രിക് വണ്ടി നല്ലതാണ്. പെട്രോൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കൂടുതലും പെട്രോൾ വണ്ടികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. അപ്പോൾ അതിൻ്റെ വില ഒന്ന് താഴത്തോട്ട് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷ എന്ന് വെച്ചാൽ നാളെ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? പ്രതീക്ഷ നമ്മൾ വണ്ടി ഓടിച്ചാൽ നമ്മൾ ജീവിക്കണം, അല്ലാണ്ട് ബഡ്ജറ്റ് നോക്കിയിട്ടല്ല. ഇപ്പം വണ്ടി ഓടിക്കാന്ന് പറയുമ്പം ഫ്യൂവലിന്റെ വിലകൾ കൂടുതലാണ്. ഇപ്പം നമ്മൾ പഴയ റേറ്റ് ഇതല്ലല്ലോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഓടിയാലും നമുക്ക് ബാലൻസ് ഇല്ല. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓടി കാലത്ത് മുതൽ ഇപ്പോൾ ഞാൻ യൂബറിലാണ് ഓടുന്നത്. ഞാൻ പാക്കേജാണ്. പാക്കേജ് ഇല്ലാത്ത സമയത്ത് യൂബർ ഓടും. പാക്കേജ് ഇപ്പോൾ വരുന്നില്ല. ഇനിയിപ്പോൾ നിപ്പ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് ഇനി എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. പഴയ രീതിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഫ്യൂവൽ അടിച്ച് നമ്മുടെ ചിലവും ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോന്നിനും വിലക്കയറ്റം അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോണ്. ഒരു നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമ്മളൊരു വാടകയ്ക്ക് വണ്ടി ഓടിക്കാൻ നമുക്ക് മുതലാവില്ല. ആ കമ്മീഷൻ ഇത് മാത്രമല്ലേ തരുള്ളൂ. ആ ഒരു പെർസെൻറ്റേജല്ലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ സ്വന്തം വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ ചില ദിവസം നമ്മൾ ഓടുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓടിയിട്ട് എനിക്ക് ഒരു 600 രൂപ എനിക്ക് കിട്ടിയുള്ളൂ. അതിൽ ഫ്യൂവലും കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തുണ്ട് 1000 രൂപ കിട്ടിയത് വീട്ടിലേക്ക് ഒന്നും ഉണ്ടായില്ല. ചില ദിവസം നമ്മൾ രക്ഷപ്പെടും, ചില ദിവസം ഇതാണ്. ചേച്ചി നാളെ ഇപ്പോൾ ബഡ്ജറ്റ് വരികയാണ്. അപ്പം EV സബ്സിഡികൾക്കൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ എന്താണ് ചേച്ചിയുടെ ഒരു എക്സ്പെക്ടേഷൻ? ഓക്കെ, EV സബ്സിഡി എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമുക്ക് കുറേ എൻക്വയറി ഒക്കെ വരുന്നത് സബ്സിഡി ബേസിലാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഇത് മാറും. കാരണം ഇപ്പോൾ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു 10,000 ആണ് സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാറിക്കഴിയുമ്പോഴേക്കും ജനങ്ങൾ ആ ഒരു എമൗണ്ടിൽ വ്യത്യാസം വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അങ്ങനെ മോദി 3.0യുടെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെന്നു. അവർ ആശങ്കകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഒറ്റ ആശങ്കയാണുള്ളത്, പെട്രോൾ ഡീസൽ വിലകൾ ഇനി കൂടുമോ അതോ കുറയുമോ. അതുപോലെ തന്നെ പെട്രോളും ഡീസലും പോലെ തന്നെ CNG. കാരണം ഭാവിയിലേക്ക് കുറച്ചും കൂടെ ഒരു പ്രതീക്ഷയുള്ളൊരു ഫ്യൂവലാണ് CNG. കൂടുതൽ ഗ്രീൻ ആൻഡ് ക്ലീൻ എന്നുള്ള നിലയിൽ CNG നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം CNG വിലകളും കൂടുമോ കുറയുമോ, ഈ വിലക്കയറ്റം എങ്ങനെ വരും? കാരണം ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഫ്യൂവലിന്റെ വിലക്കുറവ്. അതോടൊപ്പം തന്നെ പുതിയ EV സബ്സിഡി എങ്ങനെയുണ്ടാവും? FAME 3 വരുമോ ഇല്ലയോ? അതെ അല്ലേ, അതിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇപ്പം UP മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്ന
അല്ലെങ്കിൽ അവിടെ മാത്രം നടപ്പിലാക്കിയിരിക്കുന്ന ഹൈബ്രിഡ് വാഹനങ്ങൾക്കുള്ള രജിസ്ട്രേഷനും അതിൻ്റെ ഹൈബ്രിഡ് നയം അതെ, അതിന്റെ സബ്സിഡികളും മൊത്തത്തിൽ ഇതിനു മുമ്പ് നിതിൻ ഗഡ്കരി അവതരിപ്പിച്ചിട്ട് ധനമന്ത്രാലയം അത് തട്ടിക്കളഞ്ഞതാണ്. എന്നാൽ ഈ പുതിയ ബഡ്ജറ്റിൽ അത് വീണ്ടും വരുമോ, ഇന്ത്യ ഒട്ടാകെ അത് വരുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ആകെ മൊത്തത്തിൽ പുതിയ ഈ വരാനിരിക്കുന്ന ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു കോലാഹലങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് അവരുടെ ആശങ്കകളും അവരുടെ ആകാംക്ഷകളും പ്രതീക്ഷകളും ഒക്കെയാണ് ഇപ്പം നമ്മൾ കേട്ടത്. സോ ഇനി നാളെ ബഡ്ജറ്റ് വന്നു കഴിയുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു പൂർണ്ണ രൂപം കിട്ടും. സോ അതുവരെ സെക്യൂരിറ്റി ആൻഡ് പെപ്പെ സൈനിങ് ഓഫ്.